അപ്പൊ ഇപ്പോൾ KERFന്റെ റാങ്കിങ്ങിൽ മലയാള സർവകലാശാല 9ാം സ്ഥാനം നേടിയെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പശ്ചാത്തലം കൂടി ഇതിന് പിന്നിലുണ്ട്. മലയാള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടുള്ള ഒരു ധാരണ ഭാഷയും സാഹിത്യവും മാത്രം പഠിക്കുന്ന ഒരു സർവകലാശാല എന്നുള്ളതാണ്. എന്നാൽ അതല്ല, അതിൽ നിന്ന് മാറിയുള്ള ഒരുപാട് മേഖലകൾ നമ്മൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പഠന സ്കൂളുകൾ അവിടെയുണ്ട്. ഈ തന്നിരിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം, മലയാള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഗ്രി കൊടുക്കുക, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക, പഠിപ്പിക്കുക എന്നതിൽ ഉപരി സർവകലാശാല നിൽക്കുന്ന ദേശത്തിന്റെ ഉന്നമനത്തിന്, സമൂഹത്തിന്റെ ഉന്നമനത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, സർവകലാശാല സമൂഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന ഒരു ശ്രദ്ധ നാളിതുവരെ സർവകലാശാല നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ 11 സ്കൂളുകളാണുള്ളത്. നമ്മളൊരു സാമൂഹിക ഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഘടനയെ 5 തട്ടായിട്ട് നമുക്ക് വർഗീകരിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ 5 തട്ടിനെയും അഭിസംബോധന ചെയ്യുന്ന പഠന സ്കൂളുകളാണ് മലയാള സർവകലാശാലയ്ക്കുള്ളത്. ഇത് പക്ഷേ കേരളത്തിൽ വേറെ ഒരു സർവകലാശാലയ്ക്കും അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. ആ 5 തട്ടുകളാണ് ആദ്യമായി കൊടുത്തിരിക്കുന്ന 5 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒന്ന്, ഒരു സമൂഹത്തിന്റെ ഘടന. ആ ഘടനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ആ സമൂഹത്തിന്റെ ചരിത്രവും സാമൂഹിക പഠനവും അതോടൊപ്പം തന്നെ സംസ്കാര പൈതൃക പഠനം. ഇതിന് 3 സ്കൂളുകൾ മലയാള സർവകലാശാലയിൽ ഉണ്ട് എന്നുള്ളതാണ്. സമൂഹ ഘടന എന്ന് പറയുമ്പോൾ ആ സമൂഹം, അതോടൊപ്പം തന്നെ സാഹിത്യ പഠന സ്കൂളും സാഹിത്യ രചന സ്കൂളും എഴുത്തച്ഛൻ പഠന സ്കൂളും ഉൾപ്പെടെ പ്രത്യേകിച്ച് വിവർത്തന മേഖലയിലെ എല്ലാ സമീപകാല പ്രവണതകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷകളിലേക്കും അന്യഭാഷകളിൽ നിന്നും മലയാളത്തിലേക്കുമുള്ള വിവർത്തനം ഏതൊക്കെ രീതിയിൽ നടത്താമെന്നുള്ളത് ശ്രദ്ധിച്ച് നടത്തുന്ന ഒരു സ്കൂളാണ് എഴുത്തച്ഛൻ പഠന സ്കൂൾ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പല മേഖലകളിലായിട്ടുള്ള നമ്മുടെ സാധാരണഗതിയിൽ ഒരു സർവകലാശാലയിലെ പഠന സ്കൂളുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സമൂഹവുമായി ബന്ധിപ്പിക്കുക, എങ്ങനെ യൂണിവേഴ്സിറ്റി ടു സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ, സർവകലാശാല സമൂഹത്തിലേക്ക് എന്ന ഒരു സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി, പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർവകലാശാല നാളിതുവരെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 2015 യഥാർത്ഥത്തിൽ നമ്മുടെ സർവകലാശാലയുടെ ഒരു പുസ്തക പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. അന്ന് ആ ഒരു വിഭാഗം തന്നെ നമ്മൾ സജീവമായിട്ട് തുടങ്ങുന്നത് 2015 മുതൽ നമ്മൾ ഏകദേശം ഒരു 11 വർഷം കൊണ്ട് മലയാളത്തിൽ 74 പുസ്തകങ്ങൾ ഇംഗ്ലീഷ് വിവർത്തനം, മലയാളത്തിൽ ഇംഗ്ലീഷിലേക്കുള്ള വിവർത്തനങ്ങളായിട്ട് 6 എണ്ണവും നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 80ഓളം ഈടുറ്റ പുസ്തകങ്ങളാണ് നിലവിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ സ്കൂളുകൾക്കും 11 സ്കൂളുകൾക്കുണ്ട് അവർക്ക് അവരുടേതായ രീതിയിലുള്ള ജേർണലുകൾ. അതിൽ പല ജേർണലുകളും UGC കെയർ ലിസ്റ്റഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ വന്നിട്ടുള്ള ജേർണലുകൾ കൂടിയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയ വിഭവമാണ് നമുക്ക് ഫണ്ടായിട്ട് കിട്ടാനുള്ളത്. മലയാള സർവകലാശാലയ്ക്ക് ഒരു ഓൺ ഫണ്ട് ഇല്ല. മറ്റ് സർവകലാശാലയെ അപേക്ഷിച്ചുള്ള ഏറ്റവും വലിയ ഫണ്ടിന്റെ ഒരു പരാധീനത എന്ന് പറയുന്ന സർവകലാശാലയ്ക്ക് ഒരു ഓൺ ഫണ്ട് ഇല്ല. ഓൺ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും സർക്കാർ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് മാത്രമേ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ പോലും ലഭിക്കുന്ന ഫണ്ടിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സർവകലാശാല ശ്രമിച്ചിട്ടുണ്ട് എന്നതിന് തെളിവ് കൂടിയാണ് ഈ തന്നിരിക്കുന്ന രേഖകൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2026-27 ബജറ്റ് ഞങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ മാതൃഭാഷ ശാക്തീകരണ പദ്ധതി എന്ന് പറഞ്ഞ പല കാര്യങ്ങൾ ഏറ്റവും പ്രമുഖമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. മാതൃഭാഷ എന്ന് പറഞ്ഞാൽ മലയാളം എന്ന് പറഞ്ഞാൽ ഏതൊരു മാതൃഭാഷയുമായിക്കോട്ടെ, അത് യഥാർത്ഥത്തിൽ ഒരു വിജ്ഞാന ഭാഷയായിട്ട് എങ്ങനെ പരിണമിക്കാം, അതിനെ മാറ്റാം, ഏറ്റവും സമകാലികമായ ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെയുള്ള രീതിയിലുള്ള അന്വേഷണം നടത്തുന്നതിന്, ആ രീതിയിലുള്ള പരിശോധന നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളാണ് ഈ ബജറ്റിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.